അപ്പോൾ നമ്മൾ ഒരു സെന്റൻസിനെ ഇംഗ്ലീഷിലേക്ക് പരിവർത്തനം ചെയ്യുകയും അതിൻ്റെ 5 രൂപങ്ങൾ, 5 തരം സെന്റൻസുകൾ, ആ സെന്റൻസ് അടക്കം 5 തരം സെന്റൻസുകൾ, 5 ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സെന്റൻസസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യും. ഇതിന്റെ ഒരു എക്സാമ്പിൾ കൂടി നമ്മളിവിടെ ചെയ്യാം. വളരെ സിമ്പിൾ ആയിട്ടുള്ള സെന്റൻസുകളാണ് ഞാൻ സെലക്ട് ചെയ്യുന്നത്. നമുക്ക് നോക്കാം. ഷീന ഒരു പാട്ട് പാടുന്നു, പാടുന്നു, ചാടുന്നു, അങ്ങനെ വരും അതിന്റെ. ഷീന ഒരു പാട്ട് പാടുന്നു. അപ്പൊ നമുക്ക് ഇതിന്റെ, ഞാൻ പറഞ്ഞല്ലോ, നമ്മളൊരു വാചകത്തിനെ പ്രോസസ് ചെയ്യാൻ കിട്ടിക്കഴിഞ്ഞാൽ ഓട്ടനെ കണ്ടെത്തേണ്ടത് വെർബിനെയാണ്. അപ്പൊ നമുക്കത് നോക്കാം. ഷീന ഇസ് എ നെയിം, ഇസ് എ നൗൺ, ഒരു പേരാണ്. ഒരു പാട്ട്, ഒരു ഇസ് എ കൗണ്ടബിൾ നൗൺ, കൗണ്ടബിൾ വേർഡ്. ദെൻ പാട്ട്, പാട്ട് എന്നുള്ളത് ഒരു വസ്തുവിന്റെ പേരാണ്, ഒരു വസ്തുതയുടെ പേരാണ്. പാടുന്നു, അതാണ് ഇവിടുത്തെ വെർബ്. ഇതായിരിക്കും കണ്ടെത്താൻ കഴിയും. പാടുന്നു, അതല്ലേ അവിടുത്തെ പണി, പാടുക എന്നുള്ളതാണ് ഫങ്ഷൻ, ഒരു ആക്ഷനാണ്. പാട്ട്, ഒരു പാട്ട്, പിന്നെ ഷീന. അപ്പൊ ഇങ്ങനെയാണ് വാക്കുകൾ കിടക്കുന്നത്. ഇതില് പാടുന്നു എന്നുള്ള വെർബിനോട് നമുക്ക് ഹൂ ചോദിച്ചു നോക്കാം. ആരാണ് പാടുന്നത്? ഇറ്റ് ഈസ് ഷീന, ദാറ്റ് ഈസ് ദ സബ്ജക്റ്റ് ഹിയർ. ഉടനെ നമ്മൾ പാടുന്നു, വാട്ട്, എന്ത് പാടുന്നു? ഒരു പാട്ട്, ദാറ്റ് ഈസ് ഓബ്ജക്റ്റ്. അപ്പൊ സബ്ജക്റ്റും വെർബും ഓബ്ജക്റ്റ് നമ്മുടെ കയ്യിൽ. SOV, that is മലയാളം we want, SVO. അത് എപ്പോഴും മറക്കരുത്. മലയാളത്തിൽ SOV ഒക്കെ എടുക്കണ്ടാവുക. നമുക്ക് വേണ്ടത് SVO ആണ്, സബ്ജക്റ്റ് വെർബ് ഓബ്ജക്റ്റ് ആണ്. ആ രീതിയിലാണ് വേണ്ടത്. ദെൻ നമുക്കതിനെ ഇംഗ്ലീഷിലേക്ക് പരിവർത്തനം ചെയ്യാം. നമ്മൾ ഏത് ടെൻസിലാണ് നിൽക്കുന്നത്? സിമ്പിൾ പ്രസന്റ് ടെൻസ് എന്ന് പറയുന്ന ഒരു ടെൻസിന്റെ നിയമങ്ങളെ മാത്രമാണ് നമ്മൾ അനുസരിക്കുന്നത്. മറ്റ് ടെൻസുകളിലുള്ള കാര്യങ്ങളിലേക്ക് പോകരുത്. ഇതിൽ പറഞ്ഞത് മാത്രമേ നിങ്ങൾ അനുസരിക്കേണ്ടതുള്ളൂ. ഇത് പഠിക്കുമ്പോൾ പലപ്പോഴും കണ്ണി കണ്ടതൊക്കെ വലിച്ചുകൊണ്ടിരുന്നാണ് കുട്ടികൾ. ചിലർ ഹാവിന് എടുത്തുകൊണ്ടിരുന്നാണ്, ചിലർ ബില്ലൊക്കെ എഴുതണമാണ് അതിൻ്റെ ഉള്ളിൽ. അതൊക്കെ ഇതിൽ പറയാത്ത കാര്യങ്ങളാണ്. നമ്മളോട് കുറെ കാര്യങ്ങൾ അവർ പറഞ്ഞു. 4-5 ഞാൻ നിയമങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് സ്ട്രക്ചർ എഴുതി തോന്നും. ആ 5 എണ്ണത്തിൽ ഒതുങ്ങി നിന്നിട്ട് കളിക്കുക. പുറത്തേക്ക് പോകരുത്. അവിടുന്ന് പുറത്തുനിന്നുള്ളതൊന്നും ആവശ്യമില്ലാത്തൊന്നും എടുക്കണ്ട. അപ്പൊ നമ്മൾ സബ്ജക്റ്റ് ഇവിടെ ഷീനയാണ്. നമ്മൾ ആദ്യം സബ്ജക്റ്റ് എഴുതി ഷീന. ദെൻ നമ്മൾ ഇനി എഴുതേണ്ടത് വെർബാണ്. സബ്ജക്റ്റ് ഐക്ക് വേണ്ടത് വെർബാണ്. വെർബ് പാടുന്നു എന്നുള്ളതാണ്. പാടുക എന്നുള്ളതിന്റെ ഇംഗ്ലീഷ് സിംഗ് എന്നാണ്. SING, സിംഗ്. സിംഗ് എന്നാണ് പാടുക എന്നുള്ളതിന്റെ വെർബ്. സിംഗ് എന്നതിന്റെ 3 രൂപം എന്തൊക്കെയാണ്? ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ വെർബിനും 3 രൂപങ്ങളുണ്ട്. ഇറഗുലർ വെർബാണ് കേട്ടോ സിംഗ്. ഇറഗുലർ വെർബ്സ് അതിൽ പെട്ടതാണ് സിംഗ്. സിംഗ്ഡ് എന്ന് പറഞ്ഞാൽ ശരിയാവില്ല. അത് നോർമൽ വെർബാണ്. നോർമൽ വെർബാണെങ്കിൽ മാത്രമേ ED ചേർക്കാൻ പറ്റുള്ളൂ. ഇവിടെ സിംഗ് എന്നുള്ളത് ഇറഗുലർ വെർബാണ്, അതിന്റെ ഗ്രൂപ്പിൽ പെട്ടതാണ്. സോ സിംഗ് V1, sang V2, sung V3. സിംഗ്, സാങ്, സങ്. നമ്മൾ എപ്പോഴും സിമ്പിൾ പ്രസന്റ് ടെൻസിൽ V1 ആണ് ഉപയോഗിക്കുക. ദാറ്റ് ഈസ് സിംഗ്. അപ്പൊ സബ്ജക്റ്റ് എഴുതി, ഇനി വെർബാണ് എഴുതേണ്ടത്. അത് സിംഗ് ആണ്. സിംഗ്, SING, സിംഗ്. മതിയോ? നിയമം മുഴുവനായോ? ഇല്ല. കാരണം സബ്ജക്ട് സിംഗുലർ ആണെങ്കിൽ, ഇവിടെ സബ്ജക്ട് സിംഗുലർ ആണ്, പ്ലൂരൽ നമ്മൾ എഴുതിയിട്ടില്ല. ഇവിടെ സബ്ജക്ട് സിംഗുലർ ആണ്. സിംഗുലർ ആയതുകൊണ്ട് വെർബിനോട് കൂടി SOES ചേർക്കണം. ഇവിടെ S ആണ് ചേർക്കേണ്ടത്. സിംഗ്സ്, ഷീന സിംഗ്സ്. ഇനി എന്താണ് പാടുന്നത്? അതാണല്ലോ ഒബ്ജക്റ്റ്. വെർബിനോട് ചോദിച്ചു എന്താണ് പാടുന്നത്? ഒരു പാട്ട്. ദാറ്റ് ഈസ് എ പാട്ട്, സോങ്. പാട്ട് എന്നുള്ളതിന് സോങ്. അപ്പോ ഷീന സിംഗ്സ് എ സോങ്. അങ്ങനെ ഒരു വാചകം നമുക്ക് കിട്ടുകയായി. ദെൻ ഇതിലെ വെർബ് സിംഗ്സ്, പാടുന്നു. ഹൂ സിംഗ്സ്, ആര് പാടുന്നു? ഷീന, സബ്ജക്റ്റ്. വാട്ട് സിംഗ്സ്, എന്ത് പാടുന്നു? എ സോങ്, ദാറ്റ് ഈസ് ഒബ്ജക്റ്റ് ഹിയർ. അപ്പൊ SVO എന്ന ക്രമത്തിൽ ഒരു വാചകം നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി ഞാൻ ആവശ്യപ്പെടുന്നു നിങ്ങളോട് എ സോങ് എന്ന് ഉത്തരം കിട്ടത്തക്ക വിധത്തിൽ ഒരു ചോദ്യം ചോദിക്കണം.
ഒരു പാട്ട് എന്നായിരിക്കണം ഉത്തരം. അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത്? ഷീന എന്ത് പാടുന്നു എന്നുള്ളതാണ്. ഒരു അബ്സർഡ് ക്വസ്റ്റ്യൻ ആണ്, എന്നാലും നമ്മൾ പഠിക്കാൻ വേണ്ടി അത്തരം വാചകങ്ങൾ ഉണ്ടാക്കുക. അപ്പോ ഷീന എന്ത് പാടുന്നു? ക്വസ്റ്റ്യൻ വേർഡ്, ഓക്സിലിയറി, സബ്ജക്റ്റ്, വെർബ്. ഷീന എന്ത് പാടുന്നു അതാണ് അടുത്തത്. ഞാൻ മലയാളത്തിൽ എഴുതാം. ഷീന കുറച്ച് കഴിഞ്ഞ് മലയാളം എഴുത്തൊക്കെ നിർത്തുണ്ടോ? ഷീന എന്ത് പാടുന്നു. Then question വേർഡ് എന്താണ്? വാട്ട്. Then auxiliary verb. auxiliary verb നമ്മുടെ അടുത്ത് രണ്ടെണ്ണാണുള്ളത്, ഡു ആൻഡ് ഡസ്. ഷീന ഏകവചനായതുകൊണ്ട് വീണ്ടും ഡസ്. സബ്ജക്റ്റ് ഏകവചനം. അപ്പൊ ക്വസ്റ്റ്യൻ വേർഡ് ഓക്സിലറി. ഇനി വേണ്ട സബ്ജക്റ്റ് ആണ്. സബ്ജക്റ്റ് ഹിയർ ഷീന. വാട്ട് ഡസ് ഷീന. Then verb. verb ഇവിടെ സിംഗ് ആണ്, സിംഗ്സ് എന്നാണ്, അത് ഇവിടെ എഴുതുക. സിംഗ്സ് എന്ന് എഴുതണോ? വേണ്ട, കാരണം ഇവിടെ ഡസ് ഉപയോഗിച്ചിട്ട്. സോ സിംഗ്. ക്വസ്റ്റ്യൻ മാർക്ക്. വാട്ട് ഡസ് ഷീന, വാട്ട് ഡസ് ഷീന സിംഗ്? എന്താണ് ഷീന പാടുന്നത്? ഇറ്റ്സ് എ സോങ്, ഒരു പാട്ടാണ്. Then സംശയം, ഡൗട്ട്ഫുൾ ചോദ്യം. ഡൗട്ട്ഫുൾ എന്തായിരിക്കും ചോദ്യം? ഷീന ഒരു പാട്ട് പാടുകയാണോ അല്ലെങ്കിൽ പാടുന്നുവോ? പാടുകയാണോ? ക്വസ്റ്റ്യൻ, സംശയമാണ്. അതിലുണ്ട് എന്താ ചെയ്യുന്നത്, അതിലുണ്ട് പാട്ട് പാടുകയാണെന്നൊക്കെ അതിലുണ്ട്. പക്ഷെ ആണോ, അങ്ങനെയാണോ എന്നാണ്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞിട്ട് ഡൗട്ട്ഫുൾ ക്വസ്റ്റ്യൻ തുടങ്ങുമ്പോൾ അവിടെ എന്ത് വേണ്ട? വി ഷുഡ് അവോയ്ഡ് ക്വസ്റ്റ്യൻ വേർഡ്. ക്വസ്റ്റ്യൻ വേർഡ് വേണ്ട. അവിടെ നിന്ന് അങ്ങോട്ട് ഒരു ചോദ്യത്തിന്റെ ഘടനയിൽ എല്ലതും വേണം. ഓക്സിലിയറി വെർബ് ഡസ്. ഡസ് വെക്കാണ് കാരണം സബ്ജക്റ്റ് ഏകവചനായതുകൊണ്ടാണ്. ഓക്സിലിയറി വെർബ് പ്ലസ് സബ്ജക്റ്റ് ഷീന. വെർബ് സിംഗ്. സിംഗ്സ് എഴുതണോ? വേണ്ട, കാരണം ഇവിടെ ഡസ് വന്നിട്ട് സിംഗ്. എന്ത്? എ സോങ് അതിലുണ്ടാവും. ഉത്തരം അതിലുണ്ട്, കാരണം സംശയ ചോദ്യമാണ്. ക്വസ്റ്റ്യൻ മാർക്ക്. ഡസ് ഷീന സിംഗ് എ സോങ്. ഓക്സിലറി വെർബ്, സബ്ജക്റ്റ്, വെർബ്, പിന്നെ അതിൽ ബാക്കിയുള്ള എന്താ വെച്ചാൽ അവിടെ. അങ്ങനെയാണ് ക്വസ്റ്റ്യൻ മാർക്ക്. ഇനി നമ്മൾ പോസിറ്റീവ് ആൻസർ വരെ. അതെ, അതെ ഷീന ഒരു പാട്ട് പാടുകയാണ്. ഷീന ഒരു പാട്ട് പാടുകയാണ്. അത് നമുക്ക് വളരെ എളുപ്പമാണ്. യെസ്. ഈ അസർട്ടീവ് സെന്റൻസ് തന്നെ വരും ഡയറക്റ്റ് ആയിട്ട്. ഷീന സബ്ജക്റ്റ്, വെർബ് സിംഗ്. സിംഗ് പോരാ, ഷീന ഏകവചനായതുകൊണ്ട് സിംഗ്സ്. എന്ത്? എ സോങ്. ഇനി നമുക്ക് അല്ല, നിഷേധവാചകം ഉണ്ടാക്കണം. അല്ല ഷീന ഒരു പാട്ട് പാടുകയല്ല. ഷീന ഒരു പാട്ട് പാടുകയല്ല. അപ്പോ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നോ കോമ ഒരു പോസ്റ്റ്, നോ, അങ്ങനെയാണ് ഒരു സംസാരിക്കുക. നോ ഒരു കോമ. ഇനി സബ്ജക്റ്റിന്റെയും വെർബിന്റെയും ഇടയിൽ അനുയോജ്യമായ ഓക്സിലറി പ്ലസ് നോട്ടാണ്. അനുയോജ്യമായ ഓക്സിലറി വെക്കുക, അതിന്റെ കൂടെ നോട്ട് ചെയ്യാറുണ്ട്. അപ്പോ നോ, സബ്ജക്റ്റ് ഇവിടെ എഴുതണം ഷീന. ഇനി അനുയോജ്യമായത് ഷീന ഏകവചനായതുകൊണ്ട് നമ്മൾ ഡു ഡസിൽ ഡസ് ആണ് ഇവിടെ കിട്ടുള്ളൂ. ഡസിൻറ്റ്, ഡസ് നോട്ട്. ഇനി സബ്ജക്റ്റ് കഴിഞ്ഞാൽ വെർബാണല്ലോ വേർഡ്. സിംഗ്. സിംഗ്സ് വേണ്ട, കാരണം എന്താ? ഡസ് ഇവിടെ വന്നു. എ സോങ്. ഉത്തരം ഷീന ഡസ് നോട്ട് സിംഗ് എ സോങ്. ഇപ്പൊ എന്തൊക്കെ ചെയ്തു നോക്കുക. SVO മെത്തേഡിൽ നമ്മൾ അതിനെ എഴുതി. ഷീന ഒരു പാട്ട് പാടുന്നു എന്നുള്ളതിന് അവിടെ SOV എടുക്കണം മലയാളം. ഇവിടെ നമ്മൾ അതിനെ SVO ആക്കി. ഷീന സിംഗ്സ്. ഷീന ഏകവചനായതുകൊണ്ട് SOES ചേർക്കണം എന്ന് പറഞ്ഞാൽ SCR എ സോങ്, ഒരു പാട്ട്. Then the direct question is ഷീന എന്തു പാടുന്നു. ക്വസ്റ്റ്യൻ വേർഡ് ഓക്സിലറി, സബ്ജക്റ്റ്, വെർബ്. എസ് നഷ്ടപ്പെട്ടു കാരണം ഡസ് ഇവിടെ ഉപയോഗിച്ചു. ഷീന ഒരു പാട്ട് പാടുകയാണോ? ഇസ് എ ഡൗട്ട്ഫുൾ ക്വസ്റ്റ്യൻ. യെസ് ഓർ നോ ക്വസ്റ്റ്യൻ. അവിടെ ഓക്സിലറി വെർബ് വെച്ചാണ് തുടങ്ങേണ്ടത്. ക്വസ്റ്റ്യൻ വേർഡ് വേണ്ട. ഡസ് ഷീന സബ്ജക്റ്റ്, വെർബ് സിംഗ്. ഡസ് ഇവിടെ ഇരിക്കണോണ്ട് സിംഗ് മതി, സിംഗ്സ് വേണ്ട. എ സോങ് എന്നുള്ള ആ ബാക്കി ഭാഗം കൂടി ചേർത്ത് എഴുതണം. അതാണ് ഡൗട്ട്ഫുൾ ക്വസ്റ്റ്യന്റെ പ്രശ്നം. Then പോസിറ്റീവ് ആൻസർ. അതെ ഷീന ഒരു പാട്ട് പാടുകയാണ്. യെസ് ഷീന, ഈ ഫസ്റ്റ് ഭാഗം തന്നെയാണ്. സിംഗ്സ് എ സോങ്, അങ്ങനെയാണ് വരുന്നത്. അല്ല ഷീന ഒരു പാട്ട് പാടുകയില്ല. നെഗറ്റീവ് ആൻസർ. നോ ഷീന ഡസ് നോട്ട് സിംഗ് എ സോങ്. ഇവിടെ സബ്ജക്റ്റിന്റെയും വെർബിന്റെയും ഇടയിൽ അനുയോജ്യമായ ഓക്സിലറി പ്ലസ് നോട്ട്, ദാറ്റ് ഈസ് നെഗറ്റീവ്.
സാധാരണ നെഗറ്റീവ്, അങ്ങനെ അല്ലാത്ത നെഗറ്റീവ്സ് ഇല്ല, അത് പറയാം. അപ്പൊ ഇങ്ങനെയാണ്. അപ്പൊ ഞാൻ 2 എക്സാമ്പിൾ നിങ്ങൾക്ക് തന്നു കഴിഞ്ഞു. ഞാൻ നിങ്ങൾക്കൊരു ഹോംവർക്ക് തരാൻ പോവുകയാണ്. അതിൽ ഞാൻ തരുന്നത്, അവർ ഫുട്ബോൾ കളിക്കുകയാണ്. അവർ ഫുട്ബോൾ കളിക്കുകയാണ്. ശ്രദ്ധിക്കണം, അവർ എന്നുള്ളതിന് ഇംഗ്ലീഷിൽ ദേ എന്നാണ്, THEY ദേ. ബാക്കിയൊന്നും ഞാൻ പറയില്ല, നിങ്ങൾ ആലോചിക്കണം. അവർ ഒന്നിലധികം ആളുകളുണ്ട് എന്ന് മറക്കരുത്. ഒരാളെ നമ്മൾ അവർ എന്ന് പറയില്ല. അപ്പോ അവർ ഫുട്ബോൾ കളിക്കുകയാണ്. FOOTBALL ഫുട്ബോൾ. പ്ലേ കളിക്കുന്നു. പ്ലേ എന്നുള്ളതാണ് വെർബ്. പ്ലേ ഒരു നോർമൽ വെർബാണ്. പ്ലേഡ് ED ചേർക്കാണ് ചെയ്യാൻ. പാസ്റ്റ് ഉണ്ടാക്കേണ്ട ഒരു ആവശ്യം ഇവിടെ ഇല്ല. ബിക്കോസ് ഇതിലൊക്കെ V1 ഉപയോഗിക്കുള്ളൂ, പ്ലേ ആണ് ഉപയോഗിക്കുക. ഈ നിയമങ്ങൾ വെച്ച് നിങ്ങൾ അതിന്റെ മലയാളം ക്വസ്റ്റ്യൻ ഒക്കെ മലയാളത്തിൽ തന്നെ എഴുതിയിട്ട് അതിന് ഇംഗ്ലീഷ് ആക്കും. ആദ്യം തന്നെ മലയാളത്തിനൊക്കെ വിട്ട് നമ്മൾ ഡയറക്റ്റ് ഇംഗ്ലീഷിൽ ചാടുന്നത്. 1-2 എക്സാമ്പിൾസ് എഴുതി. ഇനി അതിൽ പ്രധാനമായിട്ട് നിങ്ങളോട് പറയാനുള്ള ഒരു പ്രധാന സംശയം നിങ്ങൾക്ക് വന്നിട്ടുണ്ടാവും. ശ്രദ്ധിച്ചിരിക്കുക, അതൊക്കെ വിടുക. നിങ്ങൾ ചെയ്ത് നോക്കുമ്പോൾ ഡൗട്ട് ഉണ്ടാവണം, മനസ്സിലാവരുത് ആദ്യം. അങ്ങനെയാണ്, പെട്ടെന്ന് മനസ്സിലായ പെട്ടെന്ന് വന്നു പോയി. മെല്ലെ വളരെ ബുദ്ധിമുട്ടി മനസ്സിലാക്കുമ്പോഴാണ് നമുക്കത് എന്നും ഓർമ്മ ഉണ്ടാവുക. അപ്പോൾ ഇവിടെ ഇതിലൊക്കെ ഡസ് ഉണ്ട് കേട്ടോ. എല്ലാ വാചകങ്ങളും ഓക്സിലറി വെർബ് വന്നിട്ടുണ്ട്. ഇതിലുണ്ട്, ഇതിലില്ല. ഈ 2 വാചകത്തിൽ മാത്രമേ ഓക്സിലറി വെർബ് ഇല്ലാത്തുള്ളൂ. ഇതന്നെയാണ് ഈ വാചകം ഉടനെ എസ് ചേർന്നിട്ടുള്ളത്. എന്തുകൊണ്ടാണ് അത് കാരണം? ഞാനെക്കുറിച്ച് പ്രത്യേകിച്ച് പറയുന്ന ഒരു വാചകം ഞാൻ പറയാം ഇന്നത്തെ ക്ലാസ് നിർത്തുമ്പോൾ. ഇംഗ്ലീഷിൽ 2 ടെൻസുകളിൽ മാത്രമേ ഓക്സിലിയറി വെർബ് ഇല്ലാതെ വാചകം എഴുതാൻ പറ്റുള്ളൂ. ഇതിലിപ്പോ ഓക്സിലിയറി വെർബ് ഇല്ല. ശ്രദ്ധിക്കുക, ഇംഗ്ലീഷിൽ 2 ടെൻസുകളിൽ മാത്രമേ ഇതുപോലെ വിത്തൗട്ട് ഓക്സിലിയറി we can make a sentence. Simple present, simple past. So they are very, very important. Simple present and simple past. വളരെ ഉപയോഗമുള്ള ടെൻസുകൾ. അതിൽ സിമ്പിൾ പ്രസന്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ ദ ഡൊമൈൻ ഓഫ് യൂസേജ്. വളരെ ഉപയോഗങ്ങളുള്ള ഒരു ടെൻസാണ് സിമ്പിൾ പ്രസന്റ്. ഈ 2 ടെൻസ് മാത്രമേ ഓക്സിലിയറി വെർബ് ഇല്ലാതെ എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ ബാക്കി ടെൻസിനെ കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണെന്ന് നിങ്ങൾക്കറിയാം. ഒരു വാചകം കണ്ടു കഴിഞ്ഞാൽ ഇത് ഓക്സിലിയറി ഏതാ നോക്കിയാൽ മതി. ഏതൊക്കെ ഓക്സിലിയറി ഏതൊക്കെ ടെൻസിന്റെ ആണെന്ന് അറിയാനായിട്ട് അറിയുന്ന കുട്ടിക്ക് ഈസിലി മനസ്സിലാവും. പക്ഷെ ഇവരങ്ങനെ മനസ്സിലാവില്ല. ബിക്കോസ് ദർ വിൽ ബി നോ ഓക്സിലിയറി വെർബ്സ് ഇൻ ദ അസർട്ടീവ് മോഡൽ സെന്റൻസസ്. ക്വസ്റ്റ്യൻ വേർഡൊക്കെ, അതായത് ഇന്ററോഗേറ്റീവ് സെന്റൻസിലും നെഗറ്റീവ് സെന്റൻസിലൊക്കെ മാത്രമേ അതിൽ ഓക്സിലിയറി വെർബ് വരൂ. സോ മറക്കരുത്, ഇൻ ഇംഗ്ലീഷ് there are 2 tenses. In that tenses we can make sentences without auxiliary verbs. Only 2 sentences, 2 types of tenses. Those are simple present and simple past. മറക്കരുത്. നാളെ നിങ്ങളൊന്ന് എഴുതി നോക്കുക. നിങ്ങൾ എഴുതി നോക്കിയിട്ട് എനിക്കൊന്ന് അയച്ചു തരും. പിന്നെ മലയാളം എഴുതുന്ന ഇംഗ്ലീഷിലുള്ള മലയാളം നിങ്ങൾ എഴുതുന്ന ആ നോട്ടിൽ മലയാളത്തിൽ എഴുതി തന്നെ എഴുതിക്കോളൂ. എനിക്ക് വാട്സപ്പിലൂടെ അയക്കുന്നവര് എൻ്റെ കുട്ടികൾ വാചകങ്ങൾ മാത്രം എഴുതി അയച്ചാൽ മതി. ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് പറയാം. ഡൗട്ടൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ നാളെ ചെയ്തു നോക്കേണ്ട ഒരു വാചകം ഞാൻ പറയാം. അല്ല, ഒന്ന് പറഞ്ഞൂല്ലോ, അത് മതി, ഒന്ന് മതി. അവർ ഫുട്ബോൾ കളിക്കുന്നു. അവർ ഫുട്ബോൾ കളിക്കുന്നു. അപ്പൊ ചോദ്യം ഉണ്ടാവും, അവർ എന്ത് കളിക്കുന്നു? അവർ ഫുട്ബോൾ കളിക്കുകയാണോ? അതെ, അവർ ഫുട്ബോൾ കളിക്കുകയാണ്. അല്ല, അവർ ഫുട്ബോൾ കളിക്കുകയല്ല. ഇതൊക്കെയാണ് വാചകങ്ങളായിട്ട് വരിക. അതിൻ്റെയൊക്കെ ഇംഗ്ലീഷ് ഉണ്ടാക്കുക. ഒരിക്കലും ഒരു കോപ്പിയും ചെയ്യരുത്. ആലോചിച്ച് എഴുതുക. തെറ്റുകൾ വന്നോട്ടെ, അതൊരു പ്രശ്നമല്ല. അപ്പോൾ നമ്മൾ ഗ്രാമറിൽ ഏറ്റവും ആദ്യത്തെ ടെൻസിലെ ഏറ്റവും ആദ്യത്തെ സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ് നമ്മളത് പഠിച്ചത്. നിയമം, അതിന്റെ സ്ട്രക്ചറൊക്കെ നന്നായി മനസ്സിലാക്കി വെക്കണം. മറക്കരുത് ഒരിക്കലും. ഞാൻ ഇനിയും അതിന്റെ എക്സാമ്പിൾസ് ചെയ്യിപ്പിക്കും. നാളെ ഞാൻ സിമ്പിൾ പാസ്റ്റ് അവതരിപ്പിക്കുന്നതിന് മുമ്പ് ഒരു എക്സാമ്പിൾ കൂടി ചെയ്ത് കഴിഞ്ഞിട്ടാണ് സിമ്പിൾ പാസ്റ്റിലേക്ക് കടക്കുകയുള്ളൂ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.